ശരിയാവോ? നമുക്ക് എല്ലാവർക്കും ഒന്നായിട്ട് നിന്നാലേ ഈ കാര്യത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ആ എന്താ മേരിക്കുട്ടി തൻ്റെ മുഖത്തിന് വിഷാദഭാവം? തനിക്ക് എന്ത് പറ്റിയുള്ളൂ? എന്തു പറയാനാ മാഷെ, സാർ അറിഞ്ഞു കാണും എൻ്റെ മോൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അറിഞ്ഞു മേരിക്കുട്ടി എത്ര മിടുക്കനായി അതിപ്പം പെൺകുട്ടികളെ മാത്രമല്ലല്ലോ മാഷെ ഈ ലഹരിക്കാർ നോട്ടമിടുന്നത്. അതെ മാഷെ, വേണം നടത്തി രാത്രി പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ട് ലഹരി കൊടുക്കുന്നവരുണ്ടല്ലോ. എൻ്റെ വീടിനടുത്ത് ഒരു പിടിക്കായി മോളുണ്ടായിരുന്നു. അന്ന് ഈ ലഹരി വളർത്തിയിടയിൽപ്പെട്ട് പഠനമെല്ലാം നിർത്തി അഡിക്ഷൻ സെൻ്ററിലെ ശരിയാ മാഷെ, നമ്മൾ ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മളെ മക്കളുടെ ഭാവി നഷ്ടപ്പെടും. മാഷെ സത്യം പറഞ്ഞു. അതെ മാഷെ, ഈ ലഹരി വിരുദ്ധക്കാരെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അഴിഞ്ഞാടാൻ നിർത്താൻ നമ്മുടെ നാടാണ്. അതെ, ഇത് തടയപ്പെടേണ്ടത് തന്നെയാണ്. അതിന് നമ്മൾ ജാതി മത രാഷ്ട്രീയ ബന്ധമില്ലേ, നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒന്ന് ചെയ്യേ പറ്റും. അതെ, അങ്ങനെ നമുക്ക് നമ്മുടെ മക്കളെ ഈ ലഹരി വലയത്തിൽ നിന്ന് രക്ഷിക്കാൻ. അതോടൊപ്പം നമ്മുടെ മക്കള് പല കാരണങ്ങൾ പറഞ്ഞ് നമ്മളോട് വന്ന് പറഞ്ഞു, അത് അവർ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നതെന്ന് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ല മാഷെ, നമ്മളിങ്ങനെ ചെയ്താൽ നമ്മുടെ മക്കൾ നമ്മളെതിരാകും. ഏതെങ്കിലും മക്കൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അവര് ലഹരിക്കാരുടെ വലയിൽ വീട്ടണമെന്ന് നിങ്ങൾ ഉറപ്പിക്കാൻ. അതെ, മാഷ് പറഞ്ഞതാണ് ശരി. അത്തരക്കാരായ മക്കളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അവർ ഡ്രഗ് റാക്കറ്റിൽ നിന്നും പിന്മാറും. അതെ, അങ്ങനെ നമുക്ക് നമ്മുടെ മക്കളെ ഈ ലഹരി വലയത്തിൽ നിന്ന് രക്ഷിക്കാൻ.